ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് USS ഇംഗ്ലീഷിന് നമുക്കറിയാം ഒരു പ്രത്യേക സിലബസ് ഇല്ല. പക്ഷേ നമ്മൾ എന്തൊക്കെയാണ് അതിൽ USS ഇംഗ്ലീഷുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഏതൊക്കെ ഏരിയാസാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കൃത്യമായിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം റെഫർ ചെയ്തിട്ട് ഏതെല്ലാം ഭാഗത്തു നിന്നാണ് ഇതുവരെ USSന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഉള്ളത് എന്ന് ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു സിലബസാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പം USSന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ USS ഇംഗ്ലീഷ് നിങ്ങൾ വിചാരിക്കും ഇംഗ്ലീഷ് 15 മാർക്ക് അതൊക്കെയാണ്, നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളത്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ തന്നെ പറ്റും. പക്ഷേ അത് ഫോക്കസ്ഡ് ആയിട്ട് ഏതൊക്കെ ഏരിയ ആണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ ഒരു പഠനം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ അകത്തുള്ള 50 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കൃത്യമായിട്ട് ഏരിയ അനുസരിച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പം ആദ്യത്തേത് കോംപ്രഹെൻഷൻ പാരഗ്രാഫ്, അതായത് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കൃത്യമായിട്ട് ആ പാരഗ്രാഫ് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിരുത്തി വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് അതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ഈഫ് ക്ലോസ്. ഈഫ് ക്ലോസ് നിങ്ങൾ അതിൽ ആ ഏരിയയിൽ കൃത്യമായിട്ടൊരു പഠനം നടത്തിയാൽ മാത്രമാണ് ഈഫ് ക്ലോസിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതായത് ഒരു ഈഫ് ക്ലോസിൽ തുടങ്ങുന്ന ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ മെയിൻ ക്ലോസ് എഴുതാനായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന വെർബിന് വരുന്ന ചേഞ്ച് കണ്ടുപിടിച്ച് എഴുതാനായിരിക്കാം എക്സാമിന് ചോദിക്കുക. നെക്സ്റ്റ് വൺ ഐ വിഷ് വെച്ച് തുടങ്ങുന്ന എക്സ്പ്രഷൻസ്. ഇപ്പോൾ 2-3 എക്സാമിൽ തുടർച്ചയായിട്ട് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യനാണ് ഐ വിഷ് തുടങ്ങുന്ന എക്സ്പ്രഷൻസിന്. അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ടുള്ള ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ടെൻസസ്. ടെൻസസ് ആസ് യൂഷ്വൽ ഇംഗ്ലീഷിൽ ടെൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെൻസ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് USSന് കാണാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ പ്രിപ്പോസിഷൻ. ഏത് പ്രിപ്പോസിഷനാണ് കറക്റ്റായിട്ട് ഒരു സെൻറ്റൻസ് തന്നാൽ അവിടെ ഏത് പ്രിപ്പോസിഷനാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. സോ നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ എ ആൻഡ് ദ. ചിലപ്പം നമുക്കങ്ങനെ ഈസി ആയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന പോലെ കോൺസണൻസിന് മുമ്പിൽ എ, വവൽസിന് മുമ്പിൽ ആൻ, പക്ഷെ അത് നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതായത് നമുക്കത് കോൺസണൻസ് ആണോ വോവൽ സൗണ്ട് ആണോ എന്ന് നമുക്ക് കറക്റ്റ് പിക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആർട്ടിക്കിളിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ റിലേറ്റീവ് പ്രൊണോൺ. റിലേറ്റീവ് പ്രൊണോൺ 7th സ്റ്റാൻഡേർഡിൽ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റിലേറ്റീവ് പ്രൊണോൺ ഏത് സിറ്റുവേഷനിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു, ഓരോ റിലേറ്റീവ് പ്രൊണോൺ എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ പെർമിഷൻ ആൻഡ് റിക്വസ്റ്റ്. ഒരു സിറ്റുവേഷൻ തന്നിട്ടുള്ള അനുസരിച്ചുള്ള റിക്വസ്റ്റ് അല്ലെങ്കിൽ പെർമിഷൻ, അതിന് ഏത് എക്സ്പ്രഷനാണ് യൂസ് ചെയ്യേണ്ടത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ കോംപ്രഹെൻഷൻ പോയം. കോംപ്രഹെൻഷൻ പോയവും കോംപ്രഹെൻഷൻ പാരഗ്രാഫും റെഗുലറായിട്ട് ക്വസ്റ്റ്യൻസിൽ ചോദിച്ച് കാണുന്നതാണ്. അപ്പോൾ കോംപ്രഹെൻഷൻ പോയം എന്നുള്ളതും ആ പോയം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. കോംപ്രഹെൻഷൻ പോയത്തിലും അല്ലാണ്ടും നമുക്ക് ചോദിച്ച് കാണുന്ന ഒരു പോയറ്റിക് എക്സ്പ്രഷനാണ് അലിട്രേഷൻ എന്നുള്ളത്. അലിട്രേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. അത് ഒരു ലൈൻ തന്നാൽ ഇത് ഏത് പോയറ്റിക് ഡിവൈസാണ്, അതായത് അലിട്രേഷൻ ആണോ അസോണൻസ് ആണോ, എന്തിൻ്റെ എക്സാമ്പിളാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നിരിക്കുന്ന ലൈൻസിൽ അലിട്രേഷൻ്റെ ഒരു എക്സാമ്പിൾ കണ്ടുപിടിക്കുക, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാണാം. സോ അതുപോലെ തന്നെ ഒന്നാണ് അസോണൻസ്. അലിട്രേഷൻ റെപ്പിറ്റേഷൻ ഓഫ് കോൺസണൻറ്റ് സൗണ്ട്സ് ആണെങ്കിൽ അസോണൻസ് നിങ്ങൾക്കറിയാം റെപ്പിറ്റേഷൻ ഓഫ് വവൽ സൗണ്ട് എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. അസോണൻസ് റൈമിങ് വേർഡ്സ് കണ്ടുപിടിക്കുക, റൈമിങ് വേർഡ് കറക്റ്റാണോ പെയർ എന്നുള്ളത് നോക്കുക. റൈമിങ് വേർഡിനെ കഴിഞ്ഞും നമ്മുടെ USS എക്സാമിന് വരുമ്പോൾ കൂടുതൽ ചോദിച്ച് കാണുക റൈമിങ് സ്കീം കണ്ടുപിടിക്കാനാണ്. ഒരു സ്റ്റാൻസ തന്നിട്ട് അതിൻ്റെ റൈമിങ് സ്കീംസ് ഓപ്ഷനായിട്ട് തരും, അതിൽ നിന്ന് കറക്റ്റ് റൈമിങ് സ്കീം പിക്ക് ഔട്ട് ചെയ്ത് എഴുതുക എന്നുള്ള ക്വസ്റ്റ്യൻസും വളരെ കുറേ തവണ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്.
റിഫ്രെയിൻ പുതിയതായിട്ട് 7th വന്നിരിക്കുന്ന ഒരു ടേമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റിഫ്രെയിൻ എന്നുള്ളത്. അതായത് ഒരു സെയിം ലൈൻ എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിഫ്രെയിൻ എന്ന് പറയുക. അപ്പം അത് ഏതാണ്, ഇത് ഒരു സ്റ്റാൻസ് തന്നിട്ട് അല്ലെങ്കിൽ 2 സ്റ്റാൻസ് തന്നിട്ട് ഇതിൽ റിഫ്രെയിൻ ഏതാണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഫ്രേസൽ വെർബിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക, വൈഡായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ്. ഏത് ഫ്രേസൽ വെർബ് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രേസൽ വെർബ്, ഇതിലേത് ഫ്രേസൽ വെർബാണ് ഈ ഒരു സെൻറ്റൻസ് എന്നിട്ട് അതിൽ സ്യൂട്ടബിളായിട്ട് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് റെഗുലറായിട്ട് ചോദിച്ച് കാണുന്നുണ്ട്. അതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബാണ് ചോദിച്ച് കാണുന്നത്. അപ്പം USS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും ഒരു ഡെയിലി കുറച്ച് ഫ്രേസൽ വെർബ്സും അതിൻ്റെ മീനിങ്സും, അതായത് സെൻറ്റൻസ് വൈസുള്ള മീനിങ്സും പഠിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഒരു സെൻറ്റൻസ് തന്നിട്ട് ആക്റ്റീവ് വോയിസ് അല്ലെങ്കിൽ പാസീവ് വോയിസ് ഓപ്ഷൻസ് ആയിട്ട് കുറച്ചെണ്ണം തന്നിട്ട് ഇതിലേതാണ് കറക്റ്റ് ഏതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ആക്റ്റീവ് പാസീവ് വോയിസ് എല്ലാ ടെൻസൻസസും ഉള്ളതും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. സോ ആക്റ്റീവ് പാസീവ് വോയിസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് റിപ്പോർട്ടർ സ്പീച്ച്. ഒരു കാര്യം തന്നിട്ട് അതിൻ്റെ റിപ്പോർട്ടർ സ്പീച്ച് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ട് ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം റിപ്പോർട്ടർ സ്പീച്ചിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സിലബസിൽ കുറച്ച് ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിൻ്റെ എക്സാമ്പിളാണ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടർ സ്പീച്ച്, ആക്റ്റീവ് പാസീവ് വോയിസ്, ഈഫ് ക്ലോസ്, ഐ വിഷ് എക്സ്പ്രഷൻ, അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളധികം ഫെമിലിയർ ആയിരിക്കില്ല. 7th സ്റ്റാൻഡേർഡിലുള്ള കുട്ടീനെ സംബന്ധിച്ച് നിങ്ങളധികം ഫെമിലിയർ ആയിരിക്കില്ല. പക്ഷേ അതിലൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി നിങ്ങൾ USS എക്സാമിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ചെയ്തിരിക്കണം. സോ നെക്സ്റ്റ് വൺ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അതായത് ഒരു വേർഡ് തന്നിട്ട് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ്ങുകൾ ചേഞ്ച് ചെയ്ത് തരും. അതിലേതാണ് കറക്റ്റ് സ്പെല്ലിങ് എന്നുള്ളത് പിക്ക് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതിന് നിങ്ങൾ ചെയ്യുന്നത് മിക്കവാറും ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ചെയ്തിട്ടുള്ള വൊക്കാബുലറി അല്ലെങ്കിൽ വേർഡ് തന്നെയായിരിക്കും തരിക. അപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ കൃത്യമായിട്ട് വായിച്ചിട്ട് മാത്രം എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിനെ നല്ല വെള്ളം പോലെ മനസ്സിലാക്കിയിരിക്കണം. അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഡിഫിക്കൽട്ടായ വേർഡ്സ് നിങ്ങൾ സ്പെല്ലിംഗ് അടക്കം എഴുതി തന്നെ പഠിക്കണം. ദെൻ വേർഡ് മീനിങ്ങും, നിങ്ങൾക്ക് എന്താ പറയുക, അൺഫെമിലിയർ ആയ ഒരു വേർഡ് തന്നിട്ട് ഇതിൻ്റെ മീനിങ് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. സോ പ്രോവർബ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ വേർഡ് ഓർഡർ, കറക്റ്റായിട്ടുള്ള വേർഡ് ഓർഡറിലേക്ക് അറേഞ്ച് ചെയ്യുക ഒരു സെൻറ്റൻസ്. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ച് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് വൺ കൊളോക്കേഷൻ പുതിയതായിട്ട് ഇംഗ്ലീഷിൽ 7th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് തന്നെ കൊളോക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ കൊളോക്കേഷൻ വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം കിട്ടുന്ന കൊളോക്കേഷൻസ് എല്ലാം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ആൻറ്റോണിയം ആൻഡ് സിനോണിം, അതായത് ഓപ്പോസിറ്റ് വേർഡ്സും കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ കളക്റ്റീവ് നൗൺസും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഓരോ പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളുടെയും കളക്റ്റീവ് നൗൺസ് പഠിച്ചു വെക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ജോബ് ടൈറ്റിൽസും കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ പ്രൊഫഷൻ വൈസ് ബേസ് ചെയ്തിട്ടുള്ള ജോബ് ടൈറ്റിലും റിലേറ്റഡ് ക്വസ്റ്റ്യൻസും USS എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ സിമിലി ഞാൻ നേരത്തെ അലിട്രേഷൻ അസോണൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ സിമിലിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതായത് ഒരു പോയം തന്നിട്ട് ഇതിൽ സിമിലീൻ്റെ എക്സാമ്പിൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കുറേ എണ്ണം തന്നിട്ട് ഇതിലേതാണ് സിമിലി എന്നുള്ളത് കണ്ടുപിടിക്കുക. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇഡിയംസ്, കറക്റ്റായിട്ടുള്ള ഇഡിയംസ്, അതിൻ്റെ മീനിങ് അനുസരിച്ച് ഏത് ഇഡിയമാണ് അവിടെ ഉപയോഗിക്കുക, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ച് കണ്ടിട്ടുണ്ട്. കൺജങ്ഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയതാണ്. കൺജങ്ഷനും എക്സാമിന് മുന്നേ ആയിട്ട് നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ പേഴ്സോണിഫിക്കേഷൻ, നേരത്തെ സിമിലി പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് പേഴ്സോണിഫിക്കേഷൻ്റെ എക്സാമ്പിൾസൊക്കെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പോയത്തിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് പോയത്തിലൊക്കെ ഒരുപാട്
യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സോണിഫിക്കേഷൻ, സിമിലി, മെറ്റഫർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സിലറി വെർബ് കറക്റ്റായിട്ട് ഈസ്, ആം, ആറ്, വാസ്, വേർ ഇതിലേതാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് അത് ടെൻസ് റിലേറ്റഡും കൂടിയാണ്. ദെൻ മെറ്റഫർ ഞാൻ ഓൾറെഡി ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു. സിമിലി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ, അലിട്രേഷൻ, അസോണൻസ് അതുപോലെയുള്ള പോയറ്റിക് ഡിവൈസസുകൾ. ദെൻ സ്യൂട്ടബിൾ വേർഡ് ഏതാണ് ആപ്റ്റായ വേർഡ് എന്നുള്ളത് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണോ, അസർട്ടീവ് സെൻറ്റൻസ് ആണോ, ഇൻട്രഗേറ്റീവ് സെൻറ്റൻസ് ആണോ, അപ്പം കൃത്യമായിട്ട് ടൈപ്സ് ഓഫ് സെൻറ്റൻസുകൾ ഏതൊക്കെയാണ് അതെന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കാം. പ്രിഫിക്സ്, സഫിക്സ് അതായത് ഒരു വേർഡിൻ്റെ മുന്നേ ചേർക്കുന്ന വേർഡ്സും അതിൻ്റെ ആഫ്റ്ററായിട്ട് ചേർക്കുന്ന വേർഡും റീ അതൊക്കെ കറക്റ്റാണോ, ഏതാണ് അവിടെ ഉപയോഗിക്കുക എന്നുള്ളത് ആ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ചെയ്തിട്ട് പ്രിഫിക്സും സഫിക്സൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ടാഗും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിന് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ടാഗ് ഫോമിലേക്ക് മാറ്റാൻ ഏതാണ് ഉപയോഗിക്കുക. ഓപ്ഷനായിട്ട് ക്വസ്റ്റ്യൻ ടാഗുകൾ കുറേ എണ്ണം തന്നിട്ട് ആർ ഇൻഡിറ്റ്, ഈസ് ഇൻഡിറ്റ് ഒക്കെ തന്നിട്ട് ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളത് പിക്കൗട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും. സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് എക്സാമിന് ഒരു സിലബസായിട്ട് ജനറലായിട്ട് കുറേ ക്വസ്റ്റ്യൻസും അതായത് ക്വസ്റ്റ്യൻ പേപ്പറുകളും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് ഉണ്ടാക്കിയൊരു മെറ്റീരിയലാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആവും. ഈ പറഞ്ഞിരിക്കുന്ന ഏരിയയിലെല്ലാം നിങ്ങൾ ഏകദേശം കവർ ചെയ്ത് പോയിട്ടുണ്ട് എക്സാമിന് മുന്നേ എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കുക.